ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ LDC എക്സാമിന് LDC പോലുള്ള എക്സാമുകൾ ഇതാ നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു. 1-2 മാസം മാത്രമാണ് ഈ എക്സാമിന് ബാക്കിയുള്ളത്. നിങ്ങളെല്ലാം അതിൻ്റെ പഠിക്കുന്ന തിരക്കിലും റിവിഷൻ തിരക്കിലൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. പഞ്ചായത്ത് രാജ് നിങ്ങൾക്ക് LDC എക്സാം പോലുള്ള എക്സാമുകളിൽ ചിലപ്പോൾ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന എക്സാം ആയിരിക്കും. പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ PDF നോക്കുന്നത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ LDക്ക് പഠിക്കുമ്പോൾ തന്നെ നോക്കിയൊരു ചാനലായിരുന്നു ആർടോക്സ് PSC എന്ന് പറഞ്ഞ ചാനൽ. അവിടെ എഡ്യൂക്കേറ്ററായിട്ട് റോഷൻ സാറിൻ്റെ ആ സാറിൻ്റെ ചാനൽ പ്രിപ്പയർ ചെയ്തൊരു PDF ആണ്. അപ്പോൾ ഇങ്ങനത്തെ PDF അവർ ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അവർക്കൊരു വാട്സപ്പ് നമ്പർ ഉണ്ട്. അത് ഇതാണ് 98 46 24 33 84. അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ദിവസവും ഇതുപോലുള്ള PDF ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ പെയ്ഡൊക്കെ ആയിട്ട് ഇത്തരം PDFകളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു LDCയുടെ എക്സാമിൻ്റെ ഫുൾ PDF നമുക്ക് ഇതുപോലെ ഡെയിലി ഫ്രീ ആയിട്ട് കിട്ടും. ഓരോ ടോപ്പിക്കിൻ്റെയും ഡെയിലി കിട്ടുക എന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ ചാനൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഒരു വാട്സപ്പിലേക്ക് ഈ നമ്പറിൽ 9846243384 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ്സാണ്, ഈ ഒരു PDFൻ്റെ ക്ലാസ്സാണിത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ചായത്ത് രാജിനെ കുറിച്ചാണ്. പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഭരണഘടനാ ഭേദഗതിയിൽ നിങ്ങൾ എവിടെ 73, 74 കാണുന്നതോ അപ്പോൾ ആ രണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾ അത് പഞ്ചായത്ത് രാജ് ആക്ട് അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി നിയമവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെക്കുക. ഇവിടെ ഭരണഘടനാ ഭേദഗതിയിൽ 73, 74 കാണുന്നുണ്ടെങ്കിലും അത് പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ എപ്പോഴാണ്? അത് 1993 ഏപ്രിൽ മാസം 24 ഡേറ്റ് ഓർമ്മിക്കണം. 4 ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. 4 ഡേറ്റ് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഇത് പഠിച്ചിട്ട് പോകണം. 4 ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഒന്ന്, 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് വെച്ചാൽ 1993 ഏപ്രിൽ മാസം 24. 1993 ഏപ്രിൽ മാസം 24. നമ്മൊരു എന്താണ് ഏപ്രിൽ 14 വിഷു കഴിഞ്ഞൊരു 10 ദിവസം കഴിയുമ്പോഴാണ് ഇത് ഈ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നപ്പോഴാണ്? അത് 1993 ജൂൺ മാസം 1-ാം തീയതിയാണ്. ഓക്കെ, മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വരുന്നത് 1993 ജൂൺ മാസം 1-ാം തീയതി. ജൂൺ മാസം 1-ാം തീയതി സ്കൂളൊക്കെ തുറക്കുന്ന സമയത്താണ് ഈ മുനിസിപ്പാലിറ്റി നിയമം എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത്. അപ്പോൾ 73 ആക്ട് എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ആക്ടാണ്. 1993 ഏപ്രിൽ മാസം 24-ാം തീയതി. 74ാം ഭരണഘടനാ ഭേദഗതി മുനിസിപ്പാലിറ്റി നിയമമാണ്. അത് നിലവിൽ വരുന്നത് 1993 ജൂൺ മാസം 1-ാം തീയതി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കേരളത്തിൽ ഇനിയിപ്പോൾ അത് ഭരണഘടനാ ഭേദഗതി വരുത്തി നിലവിൽ വന്ന നിയമമാണ്. ഇപ്പോൾ ഈ നിയമങ്ങൾ കേരളത്തിൽ നിലവിൽ വന്ന ഡേറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന എപ്പോഴാണ്? അത് 1993 ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നത് 1993 ഏപ്രിൽ മാസം 23-ാം തീയതിയാണ്. മറ്റേത് 93 ഏപ്രിൽ 24 ഈ ഡേറ്റ് ഒന്ന് ഭയങ്കര സാമ്യമുണ്ട്, അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് 93 ആണെങ്കിൽ കേരളത്തിലത് 94. ഇത് ഏപ്രിൽ 24 ആണെങ്കിൽ കേരളത്തിലത് ഏപ്രിൽ 23. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, കേരളത്തിൽ 1994 ഏപ്രിൽ മാസം 23-ാം തീയതി. അതുപോലെ കേരളത്തിലെ മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വരുന്നത് 94 മെയ് മാസം 30-നാണ്. ഇത് 93 ജൂണിൽ തന്നെ അതേ വർഷം തന്നെയായിരുന്നു. ഇവിടെയും സെയിം ഇയർ ആണ്, 94 തന്നെയാണ്. 94 മെയ് മാസം 30-നാണ്. ഓക്കെ, ജൂൺ ഇവിടെയാണ്, തൊട്ട് തലേ ദിവസം 30 ജൂൺ മെയ് 30-നാണ് എന്ന കാര്യം ഓർമ്മിച്ചേക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് ഗ്രാമതലത്തിലും ജില്ലാ തലത്തിലുമുള്ള ഗവൺമെന്റ് അറിയപ്പെടുന്നത് എന്താണ്? തദ്ദേശ ഗവൺമെന്റ്. നമുക്ക് ഗ്രാമതലത്തിലും ജില്ലാ തലത്തിലും നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയില്ല. അടുത്ത വർഷം 2025 നമുക്ക് കേരളത്തിൽ അത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട്. സോ ഗ്രാമതലത്തിലും ജില്ലാ തലത്തിലുമുള്ള ഗവൺമെന്റ് അറിയപ്പെടുന്നത് എന്താണ്? തദ്ദേശ ഗവൺമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? അത് തദ്ദേശ ഗവൺമെന്റാണ്. ഓക്കെ, ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾ എന്നറിയപ്പെടുന്നത് തദ്ദേശ ഗവൺമെന്റാണ്. ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾ എന്നറിയപ്പെടുന്നതാണ് തദ്ദേശ ഗവൺമെന്റാണ്. ഓക്കെ, അടുത്തത് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം ഏതാണ്? അത് ജില്ലാ പഞ്ചായത്താണ്. അല്ലെ, ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം അത് ജില്ലാ പഞ്ചായത്താണ്. നമുക്ക് ആ 3 തലങ്ങൾ ഏതൊക്കെ അറിയാം. നമ്മുടെ ഇപ്പോഴത്തെ നിലയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഇനി അടുത്ത വർഷം 2025 ഒരു ഇലക്ഷൻ വരാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അവിടെ ചെന്നിട്ട് 3 വോട്ടുകൾ ചെയ്യേണ്ടി വരും. അല്ലെ, മിക്ക ആൾക്കാരും ഇപ്പം എൻ്റെ ഒക്കെ അവസ്ഥയാണെങ്കിൽ ഞാൻ നമ്മുടെ പഞ്ചായത്തിലേക്ക് ഒരു വോട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ മുകളിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരു വോട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ മുകളിലുള്ള എന്താണ് ജില്ലാ പഞ്ചായത്തിലേക്ക്, ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്ക് ഞാൻ വോട്ട് ചെയ്യണം. അങ്ങനെ 3 വോട്ടുകൾ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവർ ചെയ്യേണ്ടത്. ഗ്രാമത്തിൽ താമസിക്കുന്നവർ പഞ്ചായത്തിലേക്ക് ചെയ്യാനുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിലേക്കുണ്ട്, ജില്ലാ പഞ്ചായത്തിലേക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പ് ലെവൽ ചോദിക്കുന്നത് ഏതാണ്?
അപ്പോൾ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജില്ലാ പഞ്ചായത്താണ്, കാര്യം ഓർമ്മിക്കാം. ഓക്കെ, അത് ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതാണ്. അത് ജില്ലാ ആസൂത്രണ സമിതിയാണ്. ആരാണ്? ജില്ലാ ആസൂത്രണ സമിതി. ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്ന ജില്ലാ ആസൂത്രണ സമിതിയാണ് DPC, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ, DPC എന്ന് പറയും. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയാണ് ജില്ലാ പഞ്ചായത്തുകളുടെ, ഈ ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ ജില്ലാ പഞ്ചായത്തല്ല ഗ്രാമപഞ്ചായത്തുകളുടെ, ഈ ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതി അവരെന്തൊക്കെ ചെയ്യണം എന്നുള്ള പദ്ധതി ആർക്ക് സമർപ്പിക്കും? ജില്ലാ ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കും. അപ്പോൾ ആ ആസൂത്രണ സമിതിയാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത്. ഓക്കെ, കേരളത്തിൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ ആരാണ്? അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഓക്കെ, കേരളത്തിലെ ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അടുത്തത് കേരളത്തിൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ സെക്രട്ടറി വെച്ചത് ജില്ലാ കളക്ടറാണ്. ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. കേരളത്തിൽ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. കേരളത്തിൽ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. എന്നാൽ അതിന്റെ സെക്രട്ടറി, ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ അത് ജില്ലാ കളക്ടറാണ്. ഓക്കെ, അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നവരാണ്. അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളും നടക്കുന്ന ആരാണ്? നമ്മുടെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി ചോദിച്ചാൽ എത്രയാണ്? അത് 5 വർഷമാണ്. ഓക്കെ, 5 വർഷമാണ് ആ കാലാവധി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ അത് 5 വർഷമാണ്. ഓക്കെ, അടുത്ത വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമങ്ങളിൽ അറിയപ്പെടുന്നതാണ് ഗ്രാമസഭയാണ്. ഓക്കെ, ഗ്രാമസഭ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഓരോ ഗ്രാമത്തിലും ഉണ്ടാവുന്ന വാർഡുകൾ ഉണ്ടാവും. നമുക്കെല്ലാം പഞ്ചായത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ ഓരോ വാർഡുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ വാർഡുകളിൽ എന്താ ഓരോ സമയത്ത് ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കും. എന്തിനാണ്? ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനും ചർച്ച ചെയ്യാനും അവിടത്തേക്ക് ആൾക്കാർ വന്നുകൊണ്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയാണ് എന്ന് പറയുന്നത് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി നഗരങ്ങളിൽ അറിയപ്പെടുന്നതാണ്. അത് നമ്മുടെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലാണെങ്കിൽ ഗ്രാമസഭയാണ്, അല്ലെങ്കിൽ നഗരങ്ങളിലാണെങ്കിൽ എന്താണ്? വാർഡ് സഭയാണ്. നഗരങ്ങളിലാണെങ്കിൽ വാർഡ് സഭയാണ്. അപ്പോൾ ഗ്രാമപ്രദേശത്തെ എല്ലാ വോട്ടർമാരും ഗ്രാമസഭയിൽ എന്താണ്? ഓട്ടോമാറ്റിക്കലി അംഗങ്ങളാണ്. ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, നിങ്ങൾ അംഗങ്ങളാണ്. ഗ്രാമപ്രദേശത്തെ എല്ലാ വോട്ടർമാരും എന്താണ്? ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ചില സമയങ്ങളിൽ ഗ്രാമസഭയിലേക്ക് പോയി അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ചു വരിക. ഓക്കെ, വെറും പഠിത്തം മാത്രം പോരല്ലോ അല്ലേ. അടുത്തത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമാണ് എന്ത് പറയുന്നത്? ഗ്രാമസഭ. ഓക്കെ, പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമാണ്. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അതായത് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമാണ് ഗ്രാമസഭ. താഴെ നൽകിയിരിക്കുന്ന തെറ്റായ സ്റ്റേറ്റ്മെന്റ് ശരിയായത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമാണ് എന്ത് പറയുന്നത്? ഗ്രാമസഭ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? ഗ്രാമസഭയിലാണ്. ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? അത് ഗ്രാമസഭയിലാണ്. ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഗ്രാമസഭയിലാണ്. ഓക്കെ, ഇനി 1994 കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രാമസഭ ചേർന്നിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 3 മാസത്തിലൊരിക്കലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കേരളത്തിലെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രാമസഭ ചേർന്നിരിക്കണം. ഓക്കെ, കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രാമസഭ ചേരണം. ഓക്കെ, അപ്പോൾ ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്നറിയോ? അത് 243A ആണ്. 243A ആണ് എന്ത്? ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അത് 243A ആണ്. ഓക്കെ, മറക്കരുത്. 243A ആണ് ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള ക്വാറം എത്രയാണെന്ന് വെച്ചാൽ ആകെ അംഗങ്ങളുടെ 10-1. അപ്പോൾ ഒരു വാർഡിൽ 1000 ആൾക്കാരുണ്ടാവും. ഒരു 1000 അംഗങ്ങളുള്ള അല്ലെങ്കിൽ 1000 ആൾക്കാരുള്ള വാർഡുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെയൊക്കെ വാർഡിൽ 1300 ആൾക്കാർ അങ്ങനെയാണ് ഉള്ളത്. 9ാം വാർഡാണ് ഞങ്ങളുടേത്. അപ്പോൾ ആ വാർഡിൽ 1000 അംഗങ്ങളുടെ മീൻസ് അല്ലെങ്കിൽ ആകെ അംഗങ്ങളുടെ 10-1. ഓക്കെ, 10-1 മാത്രം മതി. എന്ത് 100 ആൾക്കാർ പങ്കെടുക്കണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള ക്വാറം. ഓക്കെ, ക്വാറം തികയെന്ന് വെച്ചാൽ ആകെ അംഗങ്ങളുടെ 10-1. ഓക്കെ, എന്നാൽ ക്വാറം തികയാതെ മാറ്റിവെച്ച് പിന്നീട് ചേരുമ്പോൾ എന്ത് ചെയ്യുന്നാൽ മതി? യോഗത്തിൽ 50 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാൽ ക്വാറം തികയാതെ നമ്മൾ മാറ്റിവെച്ചു. ആ ഒരു 100 ആൾക്കാരിൽ മീൻസ് 1000 ആൾക്കാരിൽ 100 ആൾക്കാർ വന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് പ്രകാരമുള്ള യോഗത്തിൽ 50 അംഗങ്ങൾ എന്ത് ചെയ്യണം? 50 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഗ്രാമസഭ വിളിച്ചു കൂടുന്നത് ആരാണ്? വാർഡ് മെമ്പറാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് ചിലപ്പോൾ ചോദിച്ചു വരും. ഗ്രാമസഭ വിളിച്ചു കൂടുന്നത് വാർഡ് മെമ്പറാണ്. എന്നാൽ ഗ്രാമസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്ന ആരാണ്? ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് അത് നമ്മുടെ വാർഡ് മെമ്പറാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറാണ്. പക്ഷേ അതിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നവരാണ് അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എന്ന കാര്യം സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ
73-ാം ഭേദഗതി. അപ്പോൾ 73-ാം ഭേദഗതി പ്രകാരം നമ്മൾ പറഞ്ഞു 73-ാം ഭേദഗതിയിലാണ് പഞ്ചായത്ത് രാജ് ആക്ടുകൾ വരുന്നത്. 74-ലാണ് മുനിസിപ്പാലിറ്റി ആക്ട് വരുന്നത്. ആ രണ്ട് ഡേറ്റുകൾ ഓർമ്മിച്ച് വെക്കുക. കേരളത്തിൽ അത് വന്ന ഡേറ്റുകൾ ഓർമ്മിച്ച് വെക്കുക. നേരെ തിരിച്ചിട്ടാൽ മതി. 93 ഏപ്രിൽ 24 ആണെങ്കിൽ 94 ഏപ്രിൽ 23. അതായത് ദേശീയ തലത്തിൽ 93 ഏപ്രിൽ 24 ആണെങ്കിൽ കേരളത്തിൽ 94 ഏപ്രിൽ 23 ആണ് എന്ന കാര്യം മറക്കരുത്. ഓക്കെ. അടുത്ത് 73-ാം ഭേദഗതി പ്രകാരം 11-ാമത്തെ പട്ടികയിൽ കൂട്ടിച്ചേർത്ത വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ. 73-ാമത്തെ ഭേദഗതി പ്രകാരം പട്ടികയിൽ കൂട്ടിച്ചേർത്ത വിഷയങ്ങൾ ഏതൊക്കെയാണ്? അത് 29 വിഷയങ്ങളുണ്ട്. ഓക്കെ. 29 വിഷയങ്ങളുണ്ട്. ഒന്ന് അതിൽ 29 നമുക്കറിയാം 2 പട്ടികകൾ. നമുക്ക് എത്ര ടോട്ടൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര പട്ടികകളുണ്ട്? 12 പട്ടികകൾ നിലവിലുണ്ട് അല്ലെ. 12 പട്ടികകൾ നിലവിലുണ്ട്. അതുപോലെ നമ്മുടെ 73-ാമത്തെ ഭേദഗതി പ്രകാരം ഈ 12-ാമത്തെ പട്ടികയിൽ നമ്മൾ കുറച്ച് വിഷയങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ടോപ്പിക്സ് നമുക്ക് അതിൽ പ്രതിപാദിക്കേണ്ട കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കാർഷിക വിപുലീകരണം ഉൾപ്പെടെയുള്ള ഭൂമിയാണ്. കാർഷിക വിപുലീകരണം ഉൾപ്പെടെയുള്ള ഭൂമി. ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഓർത്തിരുന്നാൽ മതി, റീകളക്ട് ചെയ്യാൻ സാധിച്ചാൽ മതി. ഒന്ന് കാർഷിക വിപുലീകരണം ഉൾപ്പെടെയുള്ള ഭൂമി. 2 ഭൂമി മെച്ചപ്പെടുത്തൽ, ഭൂപരിഷ്കരണം നടപ്പാക്കണം, ഭൂമി ഏകീകരണം, മണ്ണ് സംരക്ഷണം തുടങ്ങിയവ. 3 ചെറുകിട ജലസേചനം, ജലപരിപാലനം, നീർത്തട വികസനം. 4 മൃഗസംരക്ഷണം, പാലുൽപാദനം, കോഴി വളർത്തൽ. 5 മത്സ്യബന്ധനം. 6 സോഷ്യൽ ഫോറസ്ട്രി, ഫാം ഫോറസ്ട്രി. 7 ചെറുകിട വനവിഭവങ്ങൾ. 8 ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുകിട വ്യവസായങ്ങൾ. 9 ഖാദി ഗ്രാമ കുടിൽ വ്യവസായങ്ങൾ. 10 റൂറൽ ഹൗസിംഗ്. 11 കുടിവെള്ളം. 12 ഇന്ധനവും കാലിത്തീറ്റയും. 13 റോഡുകൾ, കലുങ്കുകൾ, പാലങ്ങൾ, കടത്തുവള്ളങ്ങൾ, ജലപാതകൾ, മറ്റ് ആശയവിനിമയ മാർഗങ്ങൾ. 14 വൈദ്യുതി വിതരണം ഉൾപ്പെടെ ഗ്രാമീണ വൈദ്യുതീകരണം. 15 പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. 16 ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. 17 പ്രൈമറി സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. 18 സാങ്കേതിക പരിശീലനവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. 19 മുതിർന്നവരും അനൗപചാരികരുമായിട്ടുള്ള വിദ്യാഭ്യാസം, അവരുടെ വിദ്യാഭ്യാസങ്ങൾ. പിന്നെ 20 ലൈബ്രറി. 21 സാംസ്കാരിക പ്രവർത്തനങ്ങൾ. 22 മാർക്കറ്റുകളും മേളകളും. 23 ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഡിസ്പെൻസറികൾ എന്നിവ ഉൾപ്പെടെ ആരോഗ്യവും ശുചിത്വവും. 24 കുടുംബക്ഷേമം. 25 സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം. 26 വികലാംഗരുടെയും ബുദ്ധിമാന്ദ്യമുള്ളവരുടെയും ക്ഷേമം ഉൾപ്പെടുന്ന സാമൂഹ്യക്ഷേമം. 27 ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമം, പ്രത്യേകിച്ച് പട്ടികവർഗക്കാരുടെ വിഭാഗത്തിന്റെ ക്ഷേമം. 28 പൊതുവിതരണ സംവിധാനം. 29 കമ്മ്യൂണിറ്റി ആസ്തികളുടെ പരിപാലനം. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ നമ്മുടെ പഞ്ചായത്ത് രാജ് 73-ാമത്തെ ആക്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരം 73-ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരം 11-ാമത്തെ പട്ടികയിൽ 29 വിഷയങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷയങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അത് ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല. ഒന്ന് അറിഞ്ഞിരിക്കുക, ഇതൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നു വായിച്ചു നോക്കിയാൽ മതി. നമുക്കിനി കുറച്ച് കമ്മിറ്റീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. കുറച്ച് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ അശോക് മേത്ത കമ്മിറ്റിയാണ്. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്ന കമ്മിറ്റിയാണ് ഇത്, അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ. അപ്പോൾ അശോക് മേത്ത കമ്മിറ്റി എന്തായിരുന്നു? കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്ന കമ്മിറ്റിയാണ് ഇത്, അശോക് മേത്ത കമ്മിറ്റി. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, PSCയുടെ PYQ ആണ് ഇത്, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്ന കമ്മിറ്റിയാണ് ഇത്, അശോക് മേത്ത കമ്മിറ്റി. അപ്പോൾ മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഈ അശോക് മേത്ത കമ്മിറ്റിയാണ്. ഓക്കെ. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അശോക് മേത്ത കമ്മിറ്റി. മണ്ഡൽ പഞ്ചായത്ത് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പോകുന്നുണ്ടെങ്കിൽ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ 10th ലെവൽ എക്സാമുകൾക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല. ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മതി. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയാണ് ആര്? EMS എന്ന് പറയുന്നത്. അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്ന മലയാളി ആരാണ്? അത് EMS ആണ്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി EMS ആണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ഓക്കെ. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചത് രാജസ്ഥാനാണ്. ഇവിടെ ഏത് ജില്ലയിലാണ്? നാഗൂർ ജില്ലയിലാണ്. ഓക്കെ. നാഗൂർ ജില്ലയിലാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംസ്ഥാനം നിലവിൽ വന്ന പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്ന ആദ്യത്തെ സംസ്ഥാനം അത് രാജസ്ഥാനാണ്. ഓക്കെ. അടുത്ത് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ 1959 ഒക്ടോബർ 2-നാണ്. ഓക്കെ. ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്യുന്നത് 1959 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ്. 1959 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് ഇത് പഞ്ചായത്ത് രാജ് നിയമം, നമ്മുടെ പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രി ചോദിച്ചത് നരസിംഹ റാവു ആണ്. ഓക്കെ. പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ പ്രധാനമന്ത്രി, പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയിട്ടുള്ള പ്രധാനമന്ത്രി
പ്രധാനമന്ത്രി നരസിംഹറാവു ആണ്. എന്നാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്ത് 1959 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ്. ഓക്കെ, അത് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഇത് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞു. ഓക്കെ, പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ, ആദ്യത്തെ നമ്മൾ ഏത് പറഞ്ഞു, രാജസ്ഥാൻ പറഞ്ഞു, ആദ്യത്തെ സ്റ്റേറ്റ് രാജസ്ഥാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്ന രണ്ടാമത്തെ സ്റ്റേറ്റും അതുപോലെ ദക്ഷിണേന്ത്യ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ്, അത് ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, ഇപ്പോൾ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്, അത് ആർട്ടിക്കിൾ 40 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 40 ആണ്. ഓക്കെ, ഇനി നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ചുള്ള ഭേദഗതി നിയമം അറിയപ്പെടുന്നത് നഗരപാലികാ നിയമം എന്നാണ്. ഓക്കെ, നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ചിട്ടുള്ള ഭേദഗതി നിയമം അറിയപ്പെടുന്നത് നഗരപാലികാ നിയമം എന്നാണ്. നഗരപാലികാ നിയമം എന്നാണ് നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ചിട്ടുള്ള ഭേദഗതി നിയമം നിലവിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി 1992 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മുനിസിപ്പാലിറ്റി നിയമം അഥവാ നഗരപാലികാ നിയമം പാസ്സാക്കിയത്. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ 92 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, 1992 74-ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, അപ്പോൾ ഇത് നിലവിൽ വരുന്ന ഡേറ്റ് നമ്മൾ പഠിച്ചു, 93-ലാണ് നമ്മൾ പഠിച്ചു, നേരത്തെ നമ്മൾ പഠിച്ചു. ആ രണ്ട് നിയമങ്ങളും പഞ്ചായത്ത് രാജ് ആയിക്കോട്ടെ നഗരപാലിക നിയമം ആയിക്കോട്ടെ രണ്ടും 93-ലാണ് നിയമം നിലവിൽ വരുന്നത്. എന്നാൽ ഇത് പാസ്സാവുന്നത് 1992 74-ാം ഭേദഗതിയിലൂടെയാണ് എന്ന കാര്യം ഓർമ്മിച്ച് വെക്കുക. സോ 92 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മുനിസിപ്പാലിറ്റി നിയമം അഥവാ നഗരപാലിക നിയമം പാസ്സാക്കിയത്. ഓക്കെ, അപ്പൊ ഇതിന്റെ 12th പട്ടികയിലാണ്. ഓക്കെ, 12th പട്ടികയിലാണ് എന്ത് വരുന്നത്, നഗരപാലിക നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, 12ാമത്തെ പട്ടിക നമ്മൾ നേരത്തെ പറഞ്ഞു. 11ാമത്തെ എത്ര പട്ടികകളുണ്ട് നമുക്ക് ടോട്ടൽ? 12 പട്ടികകളുണ്ട് അല്ലെ. ഈ 12 പട്ടികകൾ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മളൊരു കോഡ് സാധാരണ ഇതിൽ പറയാറുണ്ട്. എന്തൊക്കെയാണ്? ടിയേഴ്സ് ഓഫ് ഓൾഡ് PM നമ്മളൊരു എന്താണ് ഇത് പറയാറുണ്ട്, ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതൊരു മനസ്സിലാക്കാൻ വേണ്ടി അതിൽ ടിയേഴ്സ് ഓഫ് ഓൾഡ് PMത്തിന്റെ ഒരു ഷോർട്ട് കട്ടാണ് ഇത്. ഈ 12 ഷെഡ്യൂൾസ്, ഈ 12 പട്ടികകൾ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണ് ഇത്, ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന് പറയുന്നത്. ഓക്കെ, ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. അപ്പൊ ഇതിൽ എന്താണ്, ടി എന്ന് പറയുന്നത് ടെറിട്ടറിയാണ്, ഈ ഇമോൾമെന്റ്സ് ആണ്, എ അഫോമേഷൻ അല്ലെങ്കിൽ ഓത്ത് ആണ്, ആർ രാജ്യസഭയാണ്, ഷെഡ്യൂൾഡ് ഏരിയ ആണ്, അതർ ഷെഡ്യൂൾഡ് ഏരിയ, ഫെഡറലിസം ആണ്, എന്താണ് അതർ ഒഫീഷ്യൽ ലാംഗ്വേജ്, ലാൻഡ് റിഫോംസ്, ഡിഫെക്ഷൻ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഭരണഘടനാ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഈ PM എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയുന്നത്, ഈ PMൽ ഈ P ആണ് പഞ്ചായത്ത്, അതുപോലെ ഈ M ആണ് എന്ത് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 12ാമത്തെ പട്ടികയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ മുനിസിപ്പാലിറ്റി നിയമം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 12ാമത്തെ പട്ടികയിൽ എത്ര വിഷയങ്ങളുണ്ട്? 18 വിഷയങ്ങളുണ്ട്. 11ാമത്തെ പട്ടികയിൽ എത്ര വിഷയങ്ങളുണ്ടായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചാണ്. എത്ര വിഷയങ്ങളാണ് 11ാമത്തെ പട്ടികയിൽ ഉണ്ടായിരുന്നത്? 29 വിഷയങ്ങളാണ്. നമ്മൾ നേരത്തെ വായിച്ചതാണ്. 29 വിഷയങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചതാണ്. അപ്പോൾ ഈ പക്ഷേ ഈ നമ്മുടെ 12ാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വിഷയങ്ങൾ എത്രയാണ്? 18 വിഷയങ്ങൾ. ഓക്കെ, 18 വിഷയങ്ങളാണ് 12ാമത്തെ പട്ടികയിലുള്ളത്. 11ാമത്തേലുള്ള എത്രയാണ്? 29ആണ്. 11ാമത്തേൽ 29ആണ്. അപ്പൊ ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഇത് മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ചെറിയ പട്ടണങ്ങൾ നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാവും. നിങ്ങളുടെ വീടിനടുത്തുള്ള ചെറിയ പട്ടണങ്ങളിലൊക്കെ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണിത് മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുന്നത്. മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുന്നത് ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ പട്ടണങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിരിക്കും അല്ലേ. നമ്മുടെ കേരളത്തിൽ എത്ര കോർപ്പറേഷൻ ഉണ്ട്? 5 കോർപ്പറേഷൻ ഉണ്ട് അല്ലെ. കേരളത്തിൽ 5 കോർപ്പറേഷൻ ഉണ്ട്. വലിയ ടൗണിൽ, ഇപ്പോൾ കണ്ണൂർ, ഞാൻ താമസിക്കുന്ന കണ്ണൂരൊക്കെ കോർപ്പറേഷനാണ്. വലിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ കോർപ്പറേഷൻ മീൻസ് കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. വലിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇത് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ അധ്യക്ഷൻ ആരാണ്? മുനിസിപ്പൽ കോർപ്പറേഷൻ അധ്യക്ഷൻ മേയർ ആയിരിക്കും അല്ലെ. മുനിസിപ്പൽ കോർപ്പറേഷൻ അധ്യക്ഷൻ മേയർ ആയിരിക്കും. അപ്പം ഈ മേയറിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ അടുത്തിടെ കാണുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോർപ്പറേഷൻ ഭരിക്കുന്നത് മേയറാണ് നമുക്കൊരു ബോധം ഉണ്ടാവും. മുനിസിപ്പൽ കോർപ്പറേഷന്റെ അധ്യക്ഷൻ ആരാണ്? മേയറാണ്. മുനിസിപ്പൽ കൗൺസിലിന്റെ അധ്യക്ഷനാണെങ്കിൽ അതാരാണ്? അത് ചെയർമാനാണ്. ഓക്കെ, മുനിസിപ്പൽ കൗൺസിലിന്റെ അധ്യക്ഷനാണെങ്കിൽ ചെയർമാനാണ്. മുനിസിപ്പൽ കോർപ്പറേഷന്റെ അധ്യക്ഷനാണെങ്കിൽ അത് മേയറാണ്. ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനാണ് പ്രസിഡന്റ് ആണ്. ഓക്കെ, ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. പലർക്കും PSC പഠിക്കുമ്പോഴായിരിക്കും ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ബോധം വരും. നമ്മൾ ഏത് പഞ്ചായത്തിലാണ്, ഏത് കോർപ്പറേഷനാണ്, ഏത് കൗൺസിലാണ് നമ്മളിപ്പോൾ, ഏത് മുനിസിപ്പൽ കൗൺസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. നമുക്ക് PSC ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത്തരം ഈ ഒരു ജനറൽ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ബോധം വേണമല്ലോ. അപ്പോൾ വേറെ കമ്മീഷൻ, നമ്മൾ ആദ്യം ഒരു കമ്മീഷൻ പഠിച്ചു, ഇത് അശോക് മേത്ത കമ്മിറ്റി നമ്മൾ പഠിച്ചു. അടുത്തൊരു കമ്മീഷൻ വരുന്നത് ബൽവന്ത് റായ് മേത്ത കമ്മീഷനാണ്. 1957 വന്ന ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അതായത് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഇത് ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. ഓക്കെ, ഇപ്പം നിലവിലുള്ളത് എന്താണ്? ഈ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനമാണല്ലോ. അപ്പോൾ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഇത് ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഇത് ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. ഈ കമ്മീഷൻസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. നല്ല ചാൻസ് ഉണ്ട് ചോദിക്കാൻ, നല്ല
ചാൻസ് ഉണ്ട്. ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ എന്ന് പറയുമ്പോൾ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഇത് ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. 1957 അതൊക്കെ. അടുത്തത് സന്താനം കമ്മീഷൻ. അപ്പോൾ കുറച്ച് കമ്മീഷൻസ് ആണ്. ഒന്ന് സന്താനം കമ്മീഷൻ. സന്താന കമ്മീഷൻ എന്താണ്? 1963 സന്താന കമ്മീഷൻ എന്ന് പറയുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങൾ സംബന്ധിച്ച് പഠനം നടത്താൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഇത് സന്താന കമ്മീഷൻ. അപ്പോൾ PSCയുടെ മാറിയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേണുകളിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് കമ്മീഷന്റെ പേരും വർഷവും തന്നിട്ട് തരാം, അല്ലെങ്കിൽ കമ്മീഷന്റെ പേരും ആ ഒരു ടോപ്പിക് എന്താണ് ഇവർ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ വരാം. അപ്പോൾ സന്താന കമ്മീഷൻ എന്താണ്? 1963 സന്താന കമ്മീഷൻ വരുന്നത്. 1963 പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങൾ സംബന്ധിച്ച് പഠനം നടത്താൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങൾ സംബന്ധിച്ച് പഠനം നടത്താൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഇത് സന്താന കമ്മീഷൻ. 1963. ഓക്കെ, 1963 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കമ്മീഷൻ എന്തായിരുന്നു? ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ ത്രിതല പഞ്ചായത്ത് സംവിധാനം. ഓക്കെ, ത്രിതല പഞ്ചായത്ത് സംവിധാനം. അപ്പോൾ 3 പേരല്ലേ? ബൽവന്ത് റായ് മേത്ത. അപ്പോൾ ത്രിതല പഞ്ചായത്ത് 3 പേരിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, അടുത്ത സന്താന കമ്മീഷൻ എന്താണ്? അപ്പോൾ ധനകാര്യങ്ങളാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ധനകാര്യങ്ങൾ. അപ്പോൾ ഈ സന്താനങ്ങൾക്ക്, ഈ പണ്ട് മക്കൾക്കൊക്കെ എന്താണ് ധനത്തിനോടൊക്കെ ഈ അച്ഛനമ്മമാരുടെ അവരുടെ കുടുംബസ്ഥിതികൾക്ക് ഭയങ്കര ആർത്തിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സന്താനം എന്ന് പറയുമ്പോൾ മക്കൾ അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്താൽ അവരുടെ ധനകാര്യങ്ങൾ, ഓക്കെ, പഞ്ചായത്ത് രാജ്യത്തിന്റെ ധനകാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, ധനകാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി ഉണ്ടായ കമ്മീഷനാണ് സന്താന കമ്മീഷൻ 1963. അടുത്തത് സാദിഖ് അലി കമ്മീഷനാണ്. രാജസ്ഥാനിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലുണ്ടായ പരാജയ കാരണങ്ങൾ എന്താണ് എന്ന് പറയാനാണ് ഇത് സാദിഖ് അലി കമ്മീഷൻ. ഓക്കെ, സാദിഖ് അലി കമ്മീഷൻ എന്ന് പറയുമ്പോൾ രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പഠിക്കാനുള്ള കമ്മീഷനാണ് സാദിഖ് അലി കമ്മീഷൻ. 1964 വന്ന കമ്മീഷൻ. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മീഷനാണ് ഇത് അശോക് മേത്ത കമ്മീഷൻ. 1977 ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉന്നമനത്തിനായിട്ട് പഠനം നടത്തി നിർദ്ദേശങ്ങൾ നൽകാൻ ജനതാ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് അശോക് മേത്ത കമ്മീഷൻ. 1977 നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉന്നമനത്തിനായിട്ട് പഠനം നടത്തി നിർദ്ദേശങ്ങൾ നൽകാൻ ജനതാ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ഇത് അശോക് മേത്ത കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ആയത് LM സിംഗ്വി കമ്മിറ്റി ചോദിച്ചിട്ടുള്ളതാണ്. LM സിംഗ്വി കമ്മിറ്റിയാണിത്. LM സിംഗ്വി കമ്മിറ്റി ഏതാണ്? 1986 വന്നാണ്. 1986 വന്നാണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജീവ് ഗാന്ധി നിയമിച്ച കമ്മീഷനാണ് ഇത് ഈ LM സിംഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ LM സിംഗ്വി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 1986 ആണ്. അത് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായിട്ട് രാജീവ് ഗാന്ധി നിയോഗിച്ച കമ്മീഷനാണ് ഇത് LM സിംഗ്വി കമ്മിറ്റി. 1986 പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി രാജീവ് ഗാന്ധി ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണിത് LM സിംഗ്വി കമ്മിറ്റി എന്ന കാര്യം ഓർമ്മിക്കാം. ഓക്കെ, അടുത്തത് PK തുങ്കൻ കമ്മീഷൻ. ഓക്കെ, PK തുങ്കൻ കമ്മീഷൻ 1988 PK തുങ്കൻ കമ്മീഷൻ വരുന്നത്. ജില്ലാതല പ്ലാനിങ്ങളുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഇത് PK തുങ്കൻ കമ്മീഷൻ. ഓക്കെ, 1988 അതാണ്. 1988 ജില്ലാതല പ്ലാനിങ്ങുകളുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഇത് PK തുങ്കൻ കമ്മീഷൻ. 1988 ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് പഞ്ചായത്ത് രാജ് ഭരണഘടന അംഗീകാരം നൽകണം നിർദ്ദേശിച്ച പാർലമെന്ററി സം കമ്മിറ്റിയാണ് ഇത് ഈ ഒരു PK തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്ത് രാജിന് ഭരണഘടന അംഗീകാരം നൽകണം എന്ന് നിർദ്ദേശിച്ച പാർലമെന്ററി സബ് കമ്മിറ്റിയാണ് ഇത് പറയുന്നത് ഈ PK തുങ്കൻ കമ്മിറ്റി. ഓക്കെ, ജില്ലാതല പ്ലാനുകളുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഈ PK തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്ത് രാജിന് ഭരണഘടന അംഗീകാരം നൽകണം നിർദ്ദേശിച്ച പാർലമെന്ററി സബ് കമ്മിറ്റിയാണ് ഇത് ഈ PK തുങ്കൻ കമ്മിറ്റി. അതിന്റെ വർഷം കൊടുത്തിരിക്കുക 1988. ഓക്കെ, 1988. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഏറ്റവും ബേസിക് ആയ ഫാക്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും ആ ഒരു പഞ്ചായത്ത് രാജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇടണമെന്ന് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അതിലൊരു ക്വസ്റ്റ്യൻസ് ഈ ഒരു PDF നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു അവരുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്ത് മീൻസ് ടെലഗ്രാം വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ദിവസം ഇതുപോലെ ടോപ്പിക്കിൻ്റെ PDF അയച്ചു തരും. ആ നമ്പർ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. 9846243384 ആണ്. ഓക്കെ, ഇതാണ് നമ്പർ, വാട്സപ്പ് നമ്പർ. ആർട്ടോക്സ് PSC എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഇതിൽ സാർ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, റോഷൻ സാറാണ്. അപ്പോൾ ഈ സാറ് ഓൾറെഡി ക്ലാസ് പണ്ട് മുതലേ എടുക്കുന്നതാണ്. അപ്പോൾ ഈ സാറിൻ്റെ പുതിയ ചാനലാണ് ആർട്ടോക്സ് PSC. ഏകദേശം 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. അപ്പോൾ എന്താണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ വാട്സപ്പിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ട
PDF അവർ ദിവസവും ഡെയിലി ഇട്ട് തരും. ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലാസ്സുകളാണ് നിങ്ങളിപ്പോൾ ഇന്ന് ഇവിടെ കണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സുകളായിട്ട് നമ്മുടെ വീണ്ടും വരാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. കട്ട് ഓഫ് പ്ലസ് എന്ന് നിങ്ങൾ ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഏകദേശം 7800ഓളം ആൾക്കാർ അതിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. താങ്ക് യു.